അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടി വയനാട്ടിലെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ തകർത്തിരിക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങൾ ഇത് വാർത്ത നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം കുരയ്ക്കുന്ന നേതാക്കൾ എവിടെ പോയി? രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യത്തെ, ഭരണഘടനയെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, സകലമാന ഭരണഘടനാ സ്ഥാപനങ്ങളെയും ശുദ്ധീകരിക്കുന്നതൊന്നും ശരിയല്ല. ഇതൊക്കെ അഴിമതി നിറഞ്ഞതാണ്, കള്ളത്തരമാണ്. ഇതെല്ലാം മോദിക്ക് വേണ്ടിയിട്ട് കള്ളത്തരം ചെയ്തിട്ട് അങ്ങനെയാണ് മോദി ജയിച്ചത്, അല്ലെങ്കിൽ ജയിക്കേണ്ടത് ഞാനായിരുന്നു, സത്യസന്ധമായ രീതിയിലാണെന്നും പറഞ്ഞ് വിപ്ലവ ഗാനങ്ങളും ആലോചിച്ചുകൊണ്ട് തൻ്റെ തനി ഗുണമായിട്ടുള്ള അർബൻ നക്സലായിട്ട് തൻ്റെ സ്വരൂപമായിട്ടുള്ള അർബൻ നക്സലൈറ്റിൻ്റെ സകലവിധ അരാജകവാദങ്ങളുമായിട്ട് നാട് നീളെ നടക്കുകയാണ്. ഇന്ത്യൻ പട്ടാളത്തെ വിമർശിച്ചുകൊണ്ട് യുദ്ധം ജയിച്ച പട്ടാളക്കാരെ പാകിസ്ഥാൻ പോലും സമ്മതിച്ചു. അവരെ പോലും വിമർശിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും അവരുടെ വീര്യം കെടുത്താനാവുന്നതെല്ലാം തന്നാൽ കഴിയുന്ന വിധം ചെയ്തുകൊണ്ട് ഇങ്ങനെ വീരസാഹസികനായിട്ടും മസിലും പിടിച്ചുകൊണ്ട് നടക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് ചേക്കേറിയിട്ടുണ്ട് വയനാട്ടിൽ. കുടുംബസമേതമാണ്. കുടുംബസമേതം എന്ന് പറഞ്ഞാൽ 3 MP മാരും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതായത് സോണിയാഗാന്ധി രാജ്യസഭാ MP, അമ്മ മഹാറാണി, രാജകുമാരി പ്രിയങ്ക ഗാന്ധി വയനാട് ആ വയനാടിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജകുമാർ യുവരാജാവ്, കിരീടാവകാശിയും കൂടെ ഉണ്ട്. ഇന്ത്യയെ ഇങ്ങനെ ശുദ്ധീകരിച്ച് മോദിയെ ഒന്ന് പുറത്താക്കുക എന്നുള്ള വ്രതവും എടുത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ. ഇവർ വല്ലാത്ത വ്രതമായിപ്പോയി വയനാടിൻ്റെ വ്രതഭംഗമാണ് നടത്തിയത്. അവിടെ വന്നത് രഹസ്യമായിട്ട് ഈ 3 MP ഈ പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാർക്ക് രഹസ്യ സന്ദർശനം നടത്താൻ ഉള്ള സ്ഥലം ആണോ ഈ വയനാടെന്ന് പറയുന്ന സ്വന്തം മണ്ഡലം പ്രിയങ്ക ഗാന്ധിയുടെ? പട്ടായയിൽ രഹസ്യമായിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം, മലേഷ്യയിൽ രഹസ്യമായിട്ട് സുഖവാസ കേന്ദ്രത്തിൽ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം, ലണ്ടനിൽ പലതവണ പോകുന്നതും മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ബംഗ്ലാദേശ് വാരികയായിട്ടുള്ള ബ്ലിറ്റ്സ് ഇത് പ്രസിദ്ധം ചെയ്തത് ഇന്ന് വരെ രാഹുൽ ഗാന്ധി നിഷേധിച്ചിട്ടില്ല. ഇത് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ. മറുവശത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചൈനയിൽ പോയി കരാർ ഒപ്പിടുന്നതും പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്ത് കരാറാണ് ഒപ്പിട്ടതെന്ന് ഇതുവരെ പറയുന്നില്ല. ഈ മനുഷ്യനാണ് നമ്മുടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും സുതാര്യമാക്കാനും ശുദ്ധീകരിക്കാനും വേണ്ടിയിട്ട് നടക്കുന്നത്. ആ ശുദ്ധീകരണ മനസ്സുള്ള, തുറന്ന മനസ്സുള്ള വ്യക്തിയാണ്, മൊഹബത്ത് കി ദൂഖാൻ തുറക്കുന്ന വ്യക്തിയാണ്. വയനാട്ടിൽ ഒരിക്കൽ തന്നെ ജയിപ്പിച്ച പ്രജകളെ, അതുപോലെ പ്രിയങ്ക ഗാന്ധിയെ ഇപ്പോൾ ജയിപ്പിച്ച പ്രജകളെ ഒരു നോക്ക് കാണാതെ അതീവ രഹസ്യമായിട്ട് ഒരു ഫോട്ടോഗ്രാഫറെ പോലും അനുവദിക്കാതെ അതിൻ്റെ വനാന്തരങ്ങളിലേക്ക് നിഗൂഢമായിട്ടുള്ള യാത്ര നടത്തി. നിഗൂഢമായിട്ടും ഒരു മണ്ഡലത്തിൽ അങ്ങനെയാണോ? ഒളിച്ചും പമ്മിയുമാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ട് പോകുന്നത് നിഗൂഢമായ രീതിയിൽ പോകുന്നു നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കാരണങ്ങളുണ്ട്. പക്ഷേ ഇതങ്ങനെയാണോ? അവിടുത്തെ സ്വന്തം MP അമ്മയും ആങ്ങളെയും കൂട്ടിക്കൊണ്ട് രഹസ്യമായിട്ട് കാട്ടിലേക്ക് പോവുക. ഇത് നാട്ടുകാരെന്ന് അറിഞ്ഞാൽ എന്താ കുഴപ്പം? ആണെങ്കിൽ മനോരമയാണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിപ്പുണ്ട്. സോണിയാഗാന്ധിയുടെ കല്യാണത്തിന് കേരളത്തിൽ നിന്നുള്ള വാഴക്കൊലാന്ന് ഹെഡിങ് കൊടുത്ത പത്രമാണത്. ഇങ്ങനെയുള്ള പൈങ്കിളി വല്ലവരും അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കാത്തു കെട്ടിക്കിടക്കുകയാണ്. അതെ, കേരളത്തിൽ നിന്നുള്ള വാഴക്കുല മാഹാത്മ്യത്തെക്കുറിച്ച് വേണമെങ്കിൽ അവരൊരു പുസ്തകം ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനെ കൊണ്ട് എഴുതിപ്പിക്കും. കാരണം അതൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്, പ്രധാന വാർത്തകൾ, പ്രൊഫഷണലായിട്ടുള്ള സമീപനമായി. അതുപോലെ ഇവിടെ പാവപ്പെട്ട വയനാട് വിഷൻ എന്ന് പറയുന്ന ഒരു മനോരമയെ പോലെ ഒരു ബൃഹത്തായ സാമ്രാജ്യമോ തറവാടോ സ്വന്തമായിട്ടുള്ള ആളല്ല. അദ്ദേഹം ഷിബു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മാധ്യമപ്രവർത്തകൻ വയനാട്ടിലെ അത്തപ്പാടി. അദ്ദേഹത്തിന് വയനാട് വിഷൻ എന്നും പറഞ്ഞൊരു ചാനലുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാപ്പി തോട്ടത്തിൻ്റെ ഉപാസിയുടെ യോഗം കൂടിയ സമയമാണ് ഇന്നലെ. ഉപാസി വളരെ പ്രധാനപ്പെട്ട കാപ്പി തേയില നേരിടുന്ന പ്രതിസന്ധി, കയറ്റുമതി പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ദിവസം കാപ്പിയുടെ പ്രധാനപ്പെട്ട ഒരു കാർഷിക കേന്ദ്രമാണ് വയനാട്. അതുകൊണ്ട് കാപ്പിയെ സംബന്ധിച്ചുള്ള ഒരു യോഗത്തിൽ ഇവർ കാപ്പി കുടിക്കാൻ വന്നത് ആ യോഗത്തിലാണ്. 3 MP കൂടെ. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഈ വയനാട് വിഷൻ്റെ പ്രതിനിധി ഉടമയുമായിട്ടുള്ള
ഷിബു വാങ്ങിച്ചിരുന്നു. പ്രാദേശിക അങ്ങനെയാണ്. ക്യാമറ കൊണ്ടുപോകാൻ അവിടെ സമ്മതിച്ചില്ല, സെക്യൂരിറ്റി റീസൺസ് കൊണ്ട്. ഇവരൊക്കെ അതീവ സുരക്ഷാക്കാരാണ്. 3 സുരക്ഷയും കൂടെ കൂടുമ്പോൾ മലേഷ്യ പോകുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയില്ല. അവിടെ സുരക്ഷയൊന്നും വേണ്ട, അദ്ദേഹം സ്കൂട്ടർ ഒരു ഭയവുമില്ല. അതെ. വയനാട്ടിൽ വരുമ്പോൾ 3 പേരുടെയും കൂടെ സുരക്ഷ അകമ്പടി സേവക്കാരാണ് വന്നിരിക്കുന്നത്. രാജാവ് രാജ്ഞിമാൻ മഹാറാണി വേണ്ടേ? ജനങ്ങളെല്ലാം തിരസ്കരിച്ചാലും. പണ്ട് വയനാട്ടിലെത്തിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കടത്തി വിട്ടുമോ? പഴശ്ശി രാജാവ് വയനാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജനങ്ങൾ, അവിടുത്തെ കുറിച്യരാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട്, ആദിവാസികളാണ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകിയത്, അമ്പും വില്ലുമായിട്ട്. അത് ജനകീയമായിട്ടുള്ളത്. ഇത് മതാമ്മമാരും സായിപ്പന്മാരും ഒക്കെ അല്ലേ, അർത്ഥ സായിപ്പന്മാരും ഒക്കെ ഉള്ളതല്ല. അവിടുത്തെ രാജാവ് പോരാടിയത് കുറിച്യരെ പിന്തുണച്ച്, അവരുടെ പിന്തുണയോടെ പോരാടിയത് ഇത്തരം മതാമകൾക്കെതിരായിരുന്നു, അതെ, അവർക്കെതിരായിട്ടായിരുന്നു, അവരുടെ നയങ്ങൾക്കെതിരായിട്ടുമായിരുന്നു. അതേ നയം തന്നെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ വിദേശികൾക്ക് വേണ്ടി, ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി ഇതിനകത്തിരുന്ന് പാര പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കുടുംബം ഒന്നാകെ തന്നെ. രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നാഷണൽ ഹെറാൾഡ് കള്ളത്തരത്തിൽ കൂടെ, കള്ളൻ എന്നാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇയാൾ പറയുന്നത്, കള്ളത്തരത്തിൽ കൂടെ നാഷണൽ ഹെറാൾഡ് അടിച്ചെടുത്തതുപോലെ ഒരുപാട് കൊള്ളത്തരങ്ങളും ഒരുപാട് ഭൂമിയുടെ ദുർവിനിയോഗങ്ങളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കള്ളത്തരങ്ങളും ഗവൺമെൻറ് സഹായത്തോടു കൂടി ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പൊതുസ്വത്ത് നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ജനങ്ങളോട് ചെയ്ത മഹാപാപം. അതിനുവേണ്ടി എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള അവസ്ഥയിലാണ് ഈ വെപ്രാളങ്ങളും ഒക്കെ കാണിക്കുന്നത്, അങ്കലാപ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വോട്ട് ചെയ്ത് ഇപ്പം ഗാസയിലെ ജനങ്ങളെ മറയാക്കി ഹമാസ് നടത്തുന്ന ആക്രമണം പോലെ ജനങ്ങളെ മറയാക്കി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഷീൽഡാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സമരം നിങ്ങൾക്ക് വേണ്ടി നടത്തിയതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഈ ബലം കിട്ടിയിരിക്കുന്നതെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ള വിചാരമാണ്. എന്നിട്ട് പോകട്ടെ, ഇവിടെ ഒരു ഗുണ്ടയെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റാഫി കൊല്ലം അയാൾക്കങ്ങ് കൊടുത്തിരിക്കുക ഫോട്ടോഷൂട്ടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്ന് അയാളങ്ങ് അവകാശപ്പെടുക. എന്നിട്ട് ഈ പാവപ്പെട്ട ഷിബുവിനെ അയാൾ കയ്യേറ്റം ചെയ്തു. ഇയാൾ ആരാ കയ്യേറ്റം ചെയ്യാൻ? ഇയാൾക്ക് ഈ നിയമസമാധാനത്തിൻ്റെ ചുമതല വല്ലതും പിണറായി വിജയൻ സർക്കാരാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുകയാണ് ശബരിമലയിൽ. അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ? ഈ റാഫി മക്കാട്ടൻ ഇതിൻ്റെ ഗുണ്ടാപ്പണി വല്ലതും കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ രക്ഷാദൗത്യം വല്ലതും കൊടുത്തിട്ടുണ്ടോ? പണ്ട് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ കൊടുത്തതുപോലെ. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കാനായിരുന്നു അത് കൊടുത്തത്. അല്ല, പണ്ട് CPM ചെയ്യുന്നത് തിരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ആണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അതെ, പാവപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇത്തരം അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ തന്നെ തകർത്തിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മലയാള മനോരമയെ പോലെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമുള്ള സാധനങ്ങളല്ല. അയാളുടെ സ്വത്തെന്ന് പറയുന്ന ഒരു ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് 21,000 രൂപയുടെ ഒരു ക്യാമറയുമായിട്ടാണ് പോകുന്നത്. ആ ക്യാമറ ഈ റാഫി എന്ന് പറയുന്ന ആൾ, കൊല്ലം റാഫി എന്ന് പറയുന്ന ആൾ നശിപ്പിച്ചുകൊണ്ട് ഇയാൾ പിന്നെ സോണിയാഗാന്ധിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ? സുരക്ഷാ ചുമതലയുള്ള ആളാണോ? അയാളുടെ സോണിയാഗാന്ധിയുടെ ഗൺമാനാണോ? ആരാണ് ഇയാൾ ഇതൊക്കെ തമ്മാടിത്തം കാണിക്കാൻ വേണ്ടിയിട്ട്? ഇയാളുടെ പത്രക്കാർ എന്നെ ചോദിച്ച് പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന്. ഇയാൾക്ക് എന്താ അംനീഷ്യായിരുന്നോ അതോ സെലക്റ്റീവ് അംനീഷ്യയാണോ? മേധാക്ഷയം സംഭവിച്ചോ? ഈ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിനും സുതാര്യതയ്ക്കും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണല്ലോ. അത് എന്താ ഇതുവരെ മറുപടി പറയാത്തത്? എന്തിനാണ് നിങ്ങളുടെ മണ്ഡലത്തിൽ രഹസ്യമായിട്ട് വരുന്നത്? അതിൻ്റെ ഏർപ്പാടത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? പൊതുപ്രവർത്തകരല്ലേ നിങ്ങൾ? ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളവും അലവൻസും വാങ്ങിക്കുന്നവരല്ലേ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എന്തു സുതാര്യതയാണ് നിങ്ങളുടെ ജീവിതത്തിനുള്ളത്, നിങ്ങളുടെ പൊതുജീവിതത്തിനുള്ളത്? ആളെ പറ്റിക്കാൻ നടക്കുക. ബീഹാറിലൊക്കെ ചെന്ന് മോഡിയെ തെറി വിളിച്ചല്ലോ. അയാളുടെ അമ്മയും പൊതു പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് കൂത്താത്ത അയാളുടെ അമ്മയും കൂടി തെറി വിളിച്ചില്ലേ നിങ്ങൾ? ഇതെന്താണിത് നിങ്ങൾ ഇത് നടത്തുന്നത്? ഇവിടെ എന്താണ് നിങ്ങൾ നടത്തിയതെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കുടുംബകാര്യങ്ങളാണെങ്കിൽ പിന്നെ വയനാട്ടിൽ മാത്രമേ വരാം, വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? കേരളത്തിനകത്ത് നടന്നതായതുകൊണ്ട് ഇത് തന്നെയല്ല ഇതിലൊരു മാധ്യമ സാറ് പറഞ്ഞതുപോലെ ആയിരിക്കും ഈ കുടുംബത്തിന്റെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള രഹസ്യ സന്ദർശനവും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഷിബുവിലൂടെ പ്രവർത്തന ഷിബുവിലൂടെ അത് പുറത്തു പോകുമെന്നൊരു ആശങ്ക കാണാം. അതുകൊണ്ടായിരിക്കും ഈ റാഫിയെ പ്രത്യേകം കൂടെ കൂട്ടിയിരിക്കുന്നത്. പോവട്ടെ, പാവപ്പെട്ട നമ്മൾ ജനങ്ങൾക്കൊരു സ്ഥാനവും ഇല്ല. ഇവരൊക്കെ രാജകുമാരന്മാരും രാജകുമാരിമാരും ഒക്കെയാണല്ലോ, മഹാറാണിമാരും. നമ്മൾ പത്തപ്പാടികൾ. പോട്ടെ. ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ 19(1)A പ്രകാരം അനുവദിച്ച് കിട്ടിയിട്ടുള്ളതെന്ന്. അയാളുടെ മാധ്യമപ്രവർത്തനത്തിനെ തകർക്കാൻ, ഭരണഘടനയെ തകർക്കലല്ലേ അതെ?
ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം തകർക്കാൻ റാഫിക്ക് ആരാണ് അവകാശം കൊടുത്തത്, അധികാരം കൊടുത്തത്? സോണിയാഗാന്ധി ആണെങ്കിൽ അത് പറയണം, പിണറായി വിജയനാണെങ്കിൽ അത് വെളിപ്പെടണം. മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി വായ്മൂടിക്കെട്ടി പ്രകടനം നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെ ഇയാൾ മാധ്യമപ്രവർത്തകനല്ലേ? പണം കുറവായതുകൊണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായതുകൊണ്ട് മാധ്യമപ്രവർത്തകനാവുന്നില്ല. അങ്ങനെയാണ്. പണമുള്ളവർ മാത്രമേ മാധ്യമപ്രവർത്തകരാവുന്നുണ്ടോ? അല്ലെങ്കിൽ അംഗത്വത്തിന് അപേക്ഷിച്ച് അത് കിട്ടിയെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യുന്നവരെ ആ പണി ചെയ്യുന്നവരായിട്ട് നിങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. അതും എല്ലാം രേഖാമൂലമാണ്. ഭരണഘടനയിൽ ഇയാൾക്കും ഒരു സ്ഥാനമില്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണ് ഭരണഘടനയെ രാഹുൽ ഗാന്ധി സംരക്ഷിക്കുന്നത്? മനസ്സിലാവുന്നല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.